ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഓക്കെ, ഇതും ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, രാഷ്ട്രീയ രക്ഷാ സ്കൂൾ. ഓക്കെ, രാഷ്ട്രീയ രക്ഷാ സ്കൂൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലുള്ള സ്കൂളുകളാണ്. നിങ്ങൾക്ക് പലർക്കും ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഓക്കെ, ആദ്യമായിട്ട് കേൾക്കുന്നവർക്കും കൂടിയാണ് ഈ ഒരു വേക്കൻസി. മുൻ പല വീഡിയോസിലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിലവിൽ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം സ്കൂളുകൾ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ ഒരു സ്കൂളും കൂടിയാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലുള്ള രാഷ്ട്രീയ രക്ഷാ സ്കൂളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തുടക്കം തന്നെ പറഞ്ഞോട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ആയിട്ട് കാണുന്നവർ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും സുഹൃത്തുക്കളിലേക്കും വേണ്ടി ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി നമ്മുടെ അഡ്മിഷനുള്ള ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് പ്ലസ് ബാക്കിയുള്ള കാര്യങ്ങളുള്ള നമ്മുടെ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ KVS, NVS, EMRS, ES പോലുള്ള ടീച്ചിങ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് CTET, KTET, അതുപോലെ തന്നെ LPUP ലോങ് ടേം, അത് കൂടാതെ തന്നെ ഫിഷറീസ് അസിസ്റ്റന്റ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജിലൂടെയോ കോൾ ചെയ്തോ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾ ഇതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.rru.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുമ്പോഴത്തേക്ക് ഈ രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് കിട്ടും. അതിൽ നിങ്ങൾ കയറിയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇതിനെപ്പറ്റി രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി RRU എന്താണെന്നുള്ളതും അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ദ യൂണിവേഴ്സിറ്റി ഈസ് destined to grow as a model security education university of India എന്നും പറഞ്ഞിട്ട് ഇവിടെ അതിന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള അതർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു വെക്കാം. മുമ്പ് അറിഞ്ഞിട്ടുള്ളവർക്ക് അത് പ്രശ്നമില്ല. ഓക്കെ, അപ്പം അത് ഞാൻ വായിച്ച് കൂടുതൽ സമയം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കളയുന്നില്ല. തീർത്തും നിങ്ങൾക്ക് വായിച്ചു വെക്കാവുന്നതാണ്. എന്നെ ഈ വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ നോക്കുമ്പോൾ കരിയർ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 12 ഓഗസ്റ്റ് 2025 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. RRU HRB 2025-27 ഹയറിംഗ് ഓഫ് ടീച്ചിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻസ് ഓഫ് രക്ഷാശക്തി സ്കൂൾ. ഓക്കെ, ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിൽ അടുത്ത ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു പേജിലേക്ക് വരുമ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻ ഫോം ഇവിടെ കിടക്കുന്നുണ്ട്. ഫോർ മോർ ഇൻഫർമേഷൻ കിടക്കുന്നുണ്ട്. നമ്മുടെ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ ഫോം ഉള്ളവർ വേണമെന്നുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. മോർ ഇൻഫർമേഷൻ, അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വേണമെന്നുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഫോമിലേക്ക് വരാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻ ഫോംസിലേക്ക് നോട്ടിഫിക്കേഷനിലേക്ക് വരും. ഇതാണ് നോട്ടിഫിക്കേഷൻ. അവരുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. രക്ഷാശക്തി സ്കൂള്, രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, പൈനിയറിംഗ് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് പോളിസീസ്, യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഗാന്ധിനഗർ, ഗുജറാത്ത് ആണ്. ഓക്കെ, അപ്പൊ റോളിംഗ് അഡ്വർടൈസ്മെന്റ്, ദ രക്ഷാശക്തി സ്കൂൾ ഇൻവൈറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ് ഫ്രം ദ ആ ഫോമാറ്റ് ആണ് ഞാൻ നേരത്തെ കാണിച്ചത്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഫ്രം ഡെഡിക്കേറ്റഡ് ആൻഡ് കമ്മിറ്റഡ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ടു ഫിൽ അപ്പ് ദ ഫോളോയിങ് വേക്കൻസീസ് ഓൺ പ്യൂർലി കോൺട്രാക്ട് ബേസിസ് എന്നുള്ളതാണ്. ഓക്കെ, കോൺട്രാക്ട് ബേസിസ് ആണ്. ഓക്കെ, ഞാനത് തംബ്നെയിലിൽ സൂചിപ്പിച്ചിട്ടില്ല. പക്ഷെ അത് സൂചിപ്പിക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് എന്താണെന്നൊന്ന് അറിയണം. ഇത് ഇങ്ങനെ ഒരു സ്കൂൾ ഉണ്ട്, ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. ഇതിലും നമുക്ക് ടീച്ചിങ് വേക്കന്റുകൾ, ടീച്ചിങ് പോസ്റ്റുകൾ, പൊസിഷനുകൾ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ എവിടെയാണോ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ തംബ്നെയിലിൽ ഞാനത് കോൺട്രാക്ട് ബേസ് ആണെന്ന് വെക്കാത്തത്. മിക്കതിലും ഞാൻ വെക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ ഇത് പലർക്കും അറിഞ്ഞുകൂടാത്തവർ കാണും. അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കോൺട്രാക്ട് എന്ന് വെക്കാത്തത്. ഓക്കെ, അപ്പൊ പൊസിഷൻസ് പ്രിൻസിപ്പലിന് വേക്കൻസീസ് ഉണ്ട്. 1.5 ലക്ഷം രൂപയാണ്. വൈസ് പ്രിൻസിപ്പലിന് 75,000. കമ്പ്യൂട്ടർ ടീച്ചർ TGT കമ്പ്യൂട്ടർ സയൻസ്, ബാക്കി എല്ലാത്തിനും 38,000 ആണ്. കമ്പ്യൂട്ടർ ഉണ്ട്, ഇംഗ്ലീഷ് TGT ഉണ്ട്, ഗുജറാത്തി സംസ്കൃത ടീച്ചറിന്റെയും TGT വേക്കൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ആൻഡ് ആർട്സ് ക്രാഫ്റ്റ് ടീച്ചർ TGT ഉണ്ട്, സയൻസ് ആൻഡ് മാത്സ് ടീച്ചർ TGT, സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ TGT, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ TGT, ഹിന്ദി ടീച്ചർ TGT, എല്ലാം TGT ആണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ജസ്റ്റ് ക്വാളിഫിക്കേഷൻസ് ജസ്റ്റ് നോക്കി പോവാം.
പ്രിൻസിപ്പൽസിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് മിനിമം 55% മാർക്ക് ഇൻ സ്ട്രീം അലോങ് വിത്ത് ബി.എഡ്, മാസ്റ്റർ ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ, എംഎഡ് ഓർ PhD. അത് ഡിസൈറബിൾ ആണ് കേട്ടോ, PhDയും എംഎഡ് ഒക്കെ. അപ്പം പ്രിൻസിപ്പൾ ആവാനുള്ള യോഗ്യത ജസ്റ്റ് PG 55% മാർക്കും ബി.എഡുമാണ്. മിനിമം ഒരു 11 to 20 വർഷത്തെ എക്സ്പീരിയൻസസ് വേണം. ഓക്കെ, പിന്നെ പ്രൊഫഷണൽ നോളജ്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയാമല്ലോ. അതാണ് പ്രിൻസിപ്പൾസിന്റെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ലാംഗ്വേജ് ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, പ്രൊഫഷൻസ് ഇൻ ഗുജറാത്തി ഈസ് എ പ്ലസ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഭാഷ അറിഞ്ഞിരുന്നാൽ മതി. 301 വർഷത്തേക്കാണ് കോൺട്രാക്ട് എന്ന് പറഞ്ഞത്. അതിന് വൈസ് പ്രിൻസിപ്പൽസിന്റെ കാര്യം പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെയാണ്, 55% മാർക്ക് വിത്ത് ബി.എഡ് ആണ്. നേരത്തെ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വൈസ് പ്രിൻസിപ്പലിനും വരും. അതിന്റെ അത് മറ്റത് വർഷം കുറവാണ് എക്സ്പീരിയൻസിന്റെ, 5 to 10 ഇയർ മതി വർഷം എന്ന് പറയുന്നത്. ഇനി TGT ഏതെങ്കിലും ഒരെണ്ണം നോക്കിയാൽ മതിയല്ലോ, ബാക്കി എല്ലാത്തിന്റെയും സെയിം ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ആർട്സ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, കമ്പ്യൂട്ടറും കൂടെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് നോക്കുക. അപ്പൊ നമുക്കിവിടെ നോക്കാം. ആദ്യമായിട്ട് നോക്കുന്നത് തന്നെ കമ്പ്യൂട്ടർ ആണ്. TGT കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതിൽ നിങ്ങൾക്ക് BTech, MTech, BE, മാസ്റ്റർ ഇൻ കമ്പ്യൂട്ടർ അഡ്മിനിസ്ട്രേഷൻ, MCA, MSc, CS or IT, അതിൽ B.Ed കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. B.Ed കൊടുത്തിട്ടുണ്ട്. അതായത് പുതിയ നോംസ് അനുസരിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർക്ക് B.Ed കൂടി ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, അത് നമ്മുടെ സംസ്ഥാനത്തില്ല, B.Ed ഉണ്ട്. അതുപോലെ തന്നെ CTET, ഓക്കെ, അല്ലെങ്കിൽ TET അല്ലെങ്കിൽ TAT, ഇത് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കണം കേട്ടോ. ടീച്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, TAT എന്ന് പറയുന്നത് റെയിൽവേക്ക് അതൊരു എക്സാമിന്റെ പാർട്ടായിട്ട് തന്നെ ഉണ്ട് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ അപ്പം CTET ഓർ TET ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. അതിലുള്ളവർക്ക് കമ്പ്യൂട്ടർ സയൻസിൽ അപ്ലൈ ചെയ്യാം. അത് കൂടാതെ ബാക്കിയുള്ളതിനൊക്കെ നോക്കിയോ, ഇംഗ്ലീഷ് PG plus B.Ed ആണ് വേണ്ടത് കേട്ടോ. ഇംഗ്ലീഷ് TGTക്ക് PG plus B.Ed ആണ് വേണ്ടത്. പ്ലസ് CTET or TET മതി. ഇനി ബാക്കിയുള്ളത് സാൻസ്ക്രിറ്റിനും PG plus B.Ed ആണ്, CTET or TET ആണ്. അടുത്തത് മ്യൂസിക്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചർ, അത് PG plus B.Ed ആണ് വേണ്ടത്. അതിലും PG plus B.Ed, CTET or TET. ഓക്കെ, സയൻസ് ഓർ മാത്സ് ടീച്ചറിനും PG plus B.Ed ആണ് വേണ്ടത്. നമ്മുടെ സാധാരണയുള്ള NCTയുടെ നോംസ് അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, PG plus B.Ed ആണ് വേണ്ടത്. CTET or TET ആണ് വേണ്ടത്. നെക്സ്റ്റ് സോഷ്യൽ സ്റ്റഡീസും സെയിം, PG plus B.Ed ആണ്. പെർസെന്റേജ് ഓഫ് മാർക്ക് ഒന്നും പറയുന്നില്ല, CTET or TET ആണ് വേണ്ടത്. അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം അതിൽ രണ്ടും പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിന്റെ മാസ്റ്റർ ഡിഗ്രി ഇല്ലെങ്കിലും കുഴപ്പമില്ല, BPEd മതി. BPEd, MBEd or BPES ഡിഗ്രിയാണ് അതിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് കേട്ടോ. അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർക്ക്. അപ്പൊ അവർക്ക് അതും വേണം, BPEd വേണം, പ്ലസ് CTET or TET വേണം. ഓക്കെ, MBEd വേണോ നിർബന്ധമൊന്നുമില്ല. ഹിന്ദി ടീച്ചറിനും മാസ്റ്റർ പ്ലസ് B.Ed, CTET or TET ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോംസ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഓക്കെ, പിന്നെ ഗൂഗിൾ ഫോൺ ലിങ്കിൽ നിങ്ങളുടെ സ്കാൻഡ് PDF ഫയൽസ് ഒക്കെ അയക്കണം. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ജനറൽ അഡ്മിഷൻസ് ആയിട്ട്, ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വേക്കൻസിയിൽ അപ്ലൈ ചെയ്യാം. അതിന്റെ ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, കാരണം റിട്ടയർഡ് ആയിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റും കൂടിയാണ് കേട്ടോ ഇത് കേട്ടോ. ഓക്കെ, അപ്പൊ ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല. കോൺട്രാക്ച്വൽ ആയതുകൊണ്ട് തന്നെ ഏജ് ഒരു ബാർ ക്രൈറ്റീരിയ അല്ല, എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്യാവശ്യം സാലറി ഉള്ള പോസ്റ്റുമാണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിന്റെ ആപ്ലിക്കേഷൻ ഫോംസ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് എടുത്ത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിന്റെ ആപ്ലിക്കേഷൻ ഫോം നോക്കാം. ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഇതാണ് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ആണ് തന്നിരിക്കുന്നത്.
അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും അതിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഗൂഗിൾ ഫോം വഴി അപ്ഡേറ്റ് ചെയ്യും കൂടി വേണം. ഒരു ലാർജ് ലെങ്ത് ഉള്ള ആപ്ലിക്കേഷൻ ഫോമാണ്. അതായത് ആൾക്കാർ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് അത് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കുകയോ അല്ലെങ്കിൽ താഴെ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുകയോ ചെയ്യാൻ പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കേണ്ടതായിട്ടുള്ളത്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്ര കാര്യങ്ങളുള്ള ഇതിനെപ്പറ്റി പറയാനായിട്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ളവർക്ക് അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ്സ് ചെയ്യുക. താല്പര്യമുള്ളവർക്ക് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നതിന് വേണ്ടി, അപ്ഡേറ്റ്സുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൾ. വന്ദേ മാതരം. ജയ് ഹിന്ദ്.